ലൈവിൽ അക്ബറും അതേപോലെ തന്നെ ആര്യനും അവരുടെ ജയിൽ നോമിനേഷനെ കുറിച്ച് പറയണം. അതായത് മറ്റുള്ളവർ ഉറപ്പായിട്ടും ഈ വീക്കിൽ നമ്മളെ ജയിൽ നോമിനേഷനിൽ വിടും. എന്തൊക്കെ കാരണങ്ങളാണ് അവർ പറയാൻ പോകുന്നത് എന്നുകൂടി അവർ പറയുന്നുണ്ട്. കറക്റ്റ് സമയത്ത് ഫുഡ് കൊടുത്തില്ല, അതേപോലെ മെഡിസിൻ ഉള്ളവർക്ക് ഭക്ഷണം കൊടുത്തില്ല എന്നുള്ള രീതിയിലായിരിക്കും ഇവർ നമ്മളെ പറയാൻ പോകുന്നത്. ഇവൻ ഷാനവാസ്, അനു, അതുപോലെ തന്നെ ആദില, നൂറ, അനീഷ് ചേട്ടൻ എന്നിവരായിരിക്കും നമ്മളെ ഉറപ്പായിട്ട് നോമിനേറ്റ് ചെയ്യുന്നത്. സൗമ്യൻ്റെ കാര്യം എനിക്ക് അറിയത്തില്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഇവർ ഇത്രയും പേര് നമ്മുടെ 3 പേരിൽ ഒരാളുടെ പേരായിരിക്കും പറയുന്നത്. അത് എഴുതി വെച്ചോ, ഉറപ്പായിട്ടും നമ്മൾ ഇത്രയും പേരുമായിരിക്കും ജയിലിൽ പോകുന്നത് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അതിനുശേഷം ഇവർ നൂറ ജോലി ചെയ്യാത്തതിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത്. എന്തുകൊണ്ട് നൂറ അങ്ങനെ സംസാരിച്ചു, ഷാനവാസ് എന്തുകൊണ്ട് അത് പറഞ്ഞ് തിരുത്തിയില്ല എന്നുള്ളതൊക്കെ. ഷാനവാസ് എന്തുകൊണ്ടാണ് തിരുത്താഞ്ഞത്? ഇവർ അഡമൻ്റായിട്ടുള്ള ബിഹേവിയറും ഇവരുടെ ഭരണവും ഇവരുടെ ഡോമിനേറ്റിംഗ് ക്യാരക്ടറും, അതേപോലെ ഭക്ഷണം തോരൻ ഉണ്ടാക്കാൻ ഏതാണ്ട് പറഞ്ഞപ്പോൾ പറ്റത്തില്ല, ഉള്ളത് കഴിച്ചാൽ മതി, നീയൊക്കെ ഞങ്ങൾ തരുന്നത് കഴിക്കും എന്നുള്ള നെവിൻ്റെ ചില വർത്തമാനങ്ങളും ഭരണം ഇതൊക്കെ കൊണ്ടാണ് അവരെതിർത്ത് നിന്നത്. നൂറ ജോലി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടും അനീഷേട്ടൻ ഉൾപ്പെടെ നൂറയ്ക്കും അതിലേക്ക് സപ്പോർട്ട് ചെയ്തത് ഇവർ മര്യാദയ്ക്ക് ഭക്ഷണം കൊടുക്കാത്തതുകൊണ്ട് ഇവരുടെ ഈ വൃത്തിയായിട്ട സ്വഭാവം കൊണ്ടുമാണ്. ക്യാപ്റ്റൻസി ഒരു വൻ പരാജയമായതുകൊണ്ടാണ് അവരെല്ലാവരും ഒത്തൊരുമിച്ച് നിന്നത്. ഇവർ മര്യാദയ്ക്ക് നിന്നിരുന്നെങ്കിൽ ഒരിക്കലും ആരും അങ്ങനെ ചെയ്യില്ലായിരുന്നു. ഇവൻ ഫുഡ് കൊടുത്തിട്ടില്ലെങ്കിലും സാരമില്ല, ആ ഫുഡ് കൊടുക്കാത്തതിൻ്റെ പേരിൽ അവരുടെ അടുത്ത് വഴക്കുണ്ടാക്കുക, അല്ലെങ്കിൽ ഇവർ തോന്നുമ്പോൾ ഇഷ്ടം പോലെ ഭക്ഷണം കഴിച്ചിട്ട് മറ്റുള്ളവരെ പട്ടിണിക്ക് ഇടുന്ന പരിപാടിയൊക്കെ ഇവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനത്തുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ഇത് ഷാനവാസിക്ക പോലും ഇതിനകത്ത്, അല്ലെങ്കിൽ അനീഷേട്ടൻ പോലും നൂറയെ ആദിലയൊക്കെ സപ്പോർട്ട് ചെയ്ത് നിന്നത്. ഇവർ സ്വന്തമായിട്ട് എന്നിട്ട് രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കി പറയുന്നുണ്ട്, നമ്മളിതല്ലേ ചെയ്തോളൂ, നമ്മൾ ഇങ്ങനെയല്ലേ ചെയ്തോളൂ, ക്യാപ്റ്റൻ്റെ അടുത്ത് അങ്ങനെ സംസാരിക്കാമോ ഇങ്ങനെ സംസാരിക്കാമോ എന്നൊക്കെ. എന്തായാലും നാളെ ഇതിനേക്കാട്ടിൽ വലിയ അടിപൊളി വഴക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അപ്പം പുതിയ പുതിയ അപ്ഡേറ്റ്സിനായിട്ട് ബിഗ് ബോസിൻ്റെ വിശേഷങ്ങൾക്കായിട്ടും ചാനൽ ഇഷ്ടപ്പെടുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക.